അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇന്ന് ശ്രീതു പുറത്തായി. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞു ശ്രീതു പുറത്തായി എന്നുള്ള ന്യൂസ് കൺഫേം ആയിട്ട് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കുന്നു. ആ രീതിയിൽ തന്നെ കൺഫേം ആയിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതായത് ശ്രീതു പുറത്തായിട്ടുണ്ട്. എന്തുകൊണ്ട് കുറെ പേര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീതു പുറത്താവുന്നതിലൂടെ അർജുൻ കപ്പടിക്കും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതുയുടെ ഫാൻസ് അർജുന് വോട്ട് ചെയ്താൽ കൂടി നമ്മുടെ ജിൻഡോ ഫാൻസിനെ കടത്തി വെട്ടാനുള്ള പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ നിൽക്കുന്നത് വോട്ടിംഗ്, നമ്മുടെ ഏത് ചാനൽ എടുത്ത് നോക്കട്ടെ, അൺഒഫീഷ്യൽ പോളിംഗ് നോക്കട്ടെ, എല്ലാം നോക്കിയാലും എവിടെ നോക്കിയാലും 3-ാം സ്ഥാനത്താണ് നമ്മുടെ അർജുൻ നിൽക്കുന്നത്. ആ രീതിയിൽ നിൽക്കുന്ന അർജുന് നമ്മുടെ ശ്രീതുയുടെ വോട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടി 2-ാം സ്ഥാനം ജാസ്മിനെ കടത്തി വെട്ടാനുള്ള ഒരു ഇതേ ഉണ്ടാകത്തുള്ളൂ. അല്ലാണ്ട് ടൈറ്റിൽ വിന്നർ ആവാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വോട്ട് കിട്ടിക്കോണമെന്നില്ല. അതേ സമയത്ത് ജാസ്മിൻ 3-ാം സ്ഥാനത്ത് പോകുന്നതിലൂടെ തന്നെ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് 2 കൈ പിടിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് പോവില്ലേ, ആ 2 കൈ ആരുടെ ആയിരിക്കും? ഒന്ന് അർജുന്റെയും ഒന്ന് നമ്മുടെ ജിൻഡോന്റെ ആയിരിക്കും. ജാസ്മിൻ അവിടെ സ്ഥാനമേ ഇല്ലാണ്ടാക്കും. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമേ നമ്മുടെ ശ്രീതു പുറത്താവുന്നതിലൂടെ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒരുപാട് പേര് വിചാരിച്ചു ശ്രീതുവിനെ എവിക്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ശ്രീതുയുടെ വോട്ടും കൂടെ കിട്ടിയിട്ട് നമുക്ക് അർജുന് ജയിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലല്ല. അങ്ങനെ ടോപ്പ് 5 ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷി, അഭിഷേക്, ജിൻഡോ, ജാസ്മിൻ, അർജുൻ, ശ്രീതു അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇന്ന് എവിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എവിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനി റീ എൻട്രി ഒരു തേങ്ങ ഉണ്ടാകത്തില്ല. ഇനി നമ്മുടെ ഫിനാലെ സമയത്തായിരിക്കും കാണാൻ ചാൻസ്. അത് മാത്രമല്ല ഇനി കുറച്ച് പേരും കൂടെ ബിഗ് ബോസ് റീ എൻട്രി ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സിജോ, നോറ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഫിനാലെ ഡേക്ക് ആയിരിക്കും വരാൻ ചാൻസ്. ഇനി റീ എൻട്രി ഒന്നും ഈ അടുത്തൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്തായാലും അവർക്ക് ബിഗ് ബോസ് വീണ്ടും ഒരു വട്ടം കൂടെ കയറി കാണുന്ന ആഗ്രഹം ഉണ്ടായേക്കാം. പക്ഷെ അതിനി നടന്നോണമെന്നൊന്നും ഇല്ല. അത് ലൈഫിൽ വൺസ്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ. ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ ശ്രീധുവിന് തമിഴ് സീസണിൽ നിന്ന് ഭയങ്കര അല്ലെങ്കിൽ തമിഴ് ഫാൻസിന്റെ ഭാഗത്തു നിന്ന് ഭയങ്കര വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസിൽ. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചോ, ആ വ്യക്തി തമിഴ് ബിഗ് ബോസിൽ പോയി ഡെയിലി നിങ്ങൾ തമിഴ് ബിഗ് ബോസിൽ നിന്ന് കാണുമോ? അത് തമിഴ് ബിഗ് ബോസിലുള്ള അവർക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുവോ? ഇല്ല. എപ്പോഴും ഇഷ്ടമുണ്ടെന്ന് ഓർത്ത് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു. പക്ഷെ തമിഴ് ബിഗ് ബോസ് ആണ്, അതൊരു അറിയാത്ത ലാംഗ്വേജ് ആണ്. അപ്പൊ അത് ആ സീസണിൽ ഇന്ന് മനസ്സിലാവാത്ത കാര്യമൊക്കെ ഇരുന്ന് കണ്ട ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രീധുവിന് തമിഴ് സീസണിൽ അതായത് തമിഴ്നാട്ടിൽ നിന്ന് കുറെ വോട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ വെറും അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ അടിച്ചു പറയുള്ളൂ. അതേ സമയത്ത് ശ്രീധു എവിക്റ്റ് ആയെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനെ തുടർന്ന് തന്നെ ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിൽ പൂരം കമന്റ്സ് ആയിരിക്കും. എന്തിനാ ചുമ്മാ കള്ളം പറയുന്നത്, മറ്റേത് മറിച്ചെന്നൊക്കെ പറയാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അവരോടൊക്കെ ഇനി ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ഇന്ന് ശ്രീധു എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോവും. അപ്പൊ നിങ്ങൾ വന്ന് ഈ കമന്റ് ബോക്സിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ പറയേണ്ട ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ എവിക്ഷൻ നടക്കും, ആ വ്യക്തി ബിഗ് ബോസിൽ നിന്ന് പുറത്താവും. അത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. പോകുന്നതിന് മുമ്പ് ഇത്ര ന്യൂസ് ഒക്കെ പറഞ്ഞല്ലേ, ലൈക്ക് അടിച്ചൂടെ?